ശ്രീ അൻവർ സാദത്ത്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ശ്രീ അൻവർ സാദത്ത്. സർ, ഇന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ. സാർ, ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കൂടുന്നതായിട്ട് നമുക്ക് പല കണക്കുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതൊരു വസ്തുത തന്നെയാണ്. അത് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. നമ്മളെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമവും നമ്മൾ കാണുന്നത്, നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെ കാണുന്നത് വളരെ പ്രയാസത്തോടെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ലഹരി ഉപയോഗിച്ച് നമുക്കറിയാം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, കൊല ചെയ്യപ്പെട്ട സാഹചര്യം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് തൃശ്ശൂർ ഒരു പയ്യനാണ്, 15 വയസ്സുള്ള പയ്യനാണ് ഒരു കൊലപാതകത്തിലുണ്ടായെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതെല്ലാം കുട്ടികളിൽ അമിതമായി വരുന്ന സ്വാധീനിക്കുന്ന ഈ ലഹരി ഉപയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ അതിനെ നേരിടാൻ സാധിക്കും? ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പായാലും എക്സൈസ് വകുപ്പായാലും ഗവൺമെൻറ് ആയാലും പല കാലാകാലങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റുകളൊക്കെ ഈ വകുപ്പുകൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, പക്ഷെ അതെത്രമാത്രം കുട്ടികളിൽ സ്വാധീനിക്കുന്നത് നമുക്ക് സംശയകരമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. ആ പരിപാടികളൊക്കെ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അത് കുട്ടികളിലേക്ക് അത് വേണ്ട രീതിയിൽ അവരുടെ മനസ്സിലേക്ക് കയറുന്നില്ല എന്നുള്ള ഒരു വസ്തുതയെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സാർ, അധ്യാപകർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ പഠനകാലങ്ങളിൽ അധ്യാപകരുമായി ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ പറയുന്ന വാക്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആ സമയത്ത് അവർക്ക് ഈ അധ്യാപകർ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇറിറ്റേഷൻ വരും, അത് പ്രായത്തിൻ്റെ ഇതിൽ. പക്ഷെ അവരത് കാണാതെ പഠിക്കുന്നു. അതവർ കാണാതെ പഠിക്കുന്ന സാഹചര്യം ഉണ്ടാവും, അവൻ്റെ ജീവിതത്തിൽ അത് അനർത്ഥമാക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ പഠനകാലത്ത് മാതാപിതാക്കൾ പറയുന്നേക്കാൾ കൂടുതൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് കയറുന്നത്. ഞാനിതിന് 2018 ഏപ്രിൽ 4-ാം തീയതി കേരള നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റി 6 സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലെ നിർദ്ദേശങ്ങൾ ഖണ്ഡിക 11 മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ സംബന്ധിച്ച് 1-ാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇതിനോടുള്ള ബോധവൽക്കരണം രക്ഷകർത്താക്കൾ കൂടി നടപടി സ്വീകരിക്കുന്നു. അത് വ്യക്തമായി തന്നെ ഒരു ശുപാർശ ഈ കമ്മിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. സാറ്, ഇത് അതുപോലെ തന്നെ നമ്മളെ സാധാരണ വൈറ്റ്നർ നമ്മളെന്താണ് ഉപയോഗിക്കുന്നത്? വൈറ്റ്നർ ഉപയോഗിക്കുന്നത് തെറ്റ് തിരുത്താനും അതൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ തെറ്റിലേക്ക് പോകാനാണ് ഇപ്പോൾ കുട്ടികൾ ഈ വൈറ്റ്നർ ഉപയോഗിക്കുന്നത്. വൈറ്റ്നറും പിന്നെ വേറെ എന്തെങ്കിലും മരുന്ന് ഉൾപ്പെടെ മിക്സ് ചെയ്താണ് കപ്പ് സിറപ്പ് മിക്സ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്നതായി വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നു. സാർ അതുപോലെ തന്നെ സാറേ, ഇതിനെ സംഭവിച്ച ലഹരി എന്താണെന്ന് അറിയാനുള്ള ടെൻഡൻസിയാണ് കുട്ടികളിലുള്ളത്. ആ ടെൻഡൻസി സുഹൃത്തുക്കൾ മുഖേനുണ്ട്. ഇതിന് വലം വെച്ച് നടക്കുന്ന ഒത്തിരി സംഘങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ട്, നമ്മുടെ സ്കൂളിൻ്റെ പ്രദേശത്തുണ്ട്. ഇതൊന്നും നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അത് ഗവൺമെൻറ്റിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതിനപ്പുറമാണ് ഇതിൻ്റെ ശൃംഖല. അപ്പോൾ ലഹരി ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഇവരെ ഇതിലേക്ക് എത്തിക്കുകയാണ്. അത് വലിയ അപകടത്തിൽ പിന്നീട് അവനത് അഡിക്റ്റ് ആവുന്നു. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇവരെ പിന്നീട് അത് ശാരീരികമായി ഉപയോഗിക്കപ്പെടുന്നു, ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് എത്തിക്കുന്നു, ഇവരെ ഗുണ്ടകളും ക്രിമിനലാക്കി മാറ്റുന്നു. ഇത് വീണ്ടും ഈ ലഹരി കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അവർ മാതാപിതാക്കളെ പോലും ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. സാർ, 2024 പുറത്തു വന്ന കണക്ക് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 4,01,369 കേസുകളാണ്. സാർ 2024
ഓഗസ്റ്റ് വരെ കുട്ടികൾ ഉൾപ്പെട്ട 39 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 18 വയസ്സിന് താഴെയുള്ളവർ. അതുകൂടാതെ തന്നെ മറ്റ് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ 743 കേസിൽ 1510 കുട്ടികളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മർഡർ കേസ് 2 കേസുകളുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1600-ലധികം കുട്ടികളാണ് മയക്കുമരുന്നുമായി പിടിയിലായിട്ടുള്ളതെന്നാണ് കണക്കുകൾ ബോധിപ്പിക്കുന്നത് സാർ. പക്ഷേ ഇതെല്ലാം കണക്കിലെടുത്താണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കേൾക്കുവാനും അത് മനസ്സിലിരുത്തുവാനും ഈ തെറ്റിലേക്ക് പോകാവുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നത്. സാർ, ഇത് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എന്നെ ഇത് ഓർമ്മപ്പെടുത്തിയത് ഞാൻ പറയാം. എൻ്റെ അടുത്ത് ഒരു നിവേദനമായി ലഹരി നിർമ്മാർജ്ജന സമിതിയുണ്ട്. അവരുടെ നേതാക്കൾ അവർക്ക് എല്ലാ MLA-മാരും വന്ന എൻ്റെ വിശ്വാസം അവർ വന്ന് ഇത് LNS എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരൊന്ന് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പഠിക്കുകയും സ്കൂളിൽ ചെല്ലുമ്പോൾ പറയുന്നത് അതുപോലെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട്, നമ്മുടെ അധ്യാപകരുടെ അടുത്ത് പുസ്തകത്താളുകളിൽ ഉള്ളത് മാത്രം പഠിപ്പിക്കാതെ പ്രായോഗികമായി വിദ്യാഭ്യാസം കൊടുക്കാൻ പറയണം. ഒരു 3 മിനിറ്റ്, ഒരു ക്ലാസ്സിൽ 45 മിനിറ്റ് നമുക്കറിയാം. അതിനകത്തൊരു 3 മിനിറ്റ് പ്രായോഗികമായ വിദ്യാഭ്യാസം ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുത്താൽ തന്നെ അത് കുറേ ഗുണം ചെയ്യും. നമ്മുടെ അധ്യാപകർ എന്താ പുസ്തകത്താളുകൾ പഠിച്ച് മാത്രം പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ ഒരു സംശയമില്ല സാർ, അതിന്റെ റിസൾട്ട് വലുതാണ്. ഇതിനോടൊപ്പം എക്സൈസ് വകുപ്പും മറ്റ് വിദ്യാഭ്യാസ വകുപ്പും മറ്റ് ക്യാമ്പുകൾ നടന്നോട്ടെ. അപ്പൊ അതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും മന്ത്രിയോടും ഇത് ശ്രദ്ധപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ, വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയുവാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ, ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചും വിശദമായ മാർഗ്ഗരേഖ എല്ലാ വിദ്യാലയങ്ങളിലും നൽകിയിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് അധ്യാപകരെ ശക്തമാക്കുന്നതിന് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ സ്കൂളിൽ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് ജാഗ്രത പുലർത്തുന്നതിന് രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും രക്ഷകർത്താ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാതലായ പരിരക്ഷ, സുരക്ഷ, പങ്കാളിത്തം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി സ്കൂൾ തലത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഈ വിഷയത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചെറു വീഡിയോകൾ, ഹ്രസ്വചിത്രങ്ങൾ, റീലുകൾ എന്നിവ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി മുഖേന തയ്യാറാക്കി എല്ലാ സ്കൂളുകളിലും നൽകിയിട്ടുണ്ട്. സാർ, ഇതുകൂടാതെ ഇവിടെ സൂചിപ്പിച്ചത് മുഖ്യമായിട്ടും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. ഇപ്രാവശ്യം ഇറങ്ങിയ സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഞാൻ സഭയുടെ മുന്നിൽ കാണിക്കുകയാണ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള അറബിക് റീഡർ സ്റ്റാൻഡേർഡ് 7 അതിലും പാഠപുസ്തകത്തിൽ സാർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് 9 ഭാഗം 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, അടിസ്ഥാന ശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേക്ക് തരാം, ഇതല്ല വായിക്കാൻ ഞാൻ. ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് 9 അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ ഒരു ലഘുലേഖ എല്ലാ വിദ്യാർത്ഥികളിലും വീട്ടുകാർക്കും എത്തിച്ചിട്ടുണ്ട്. തെളിവാനം വരയ്ക്കുന്നവർ എന്ന് പറഞ്ഞ വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഒരു ലഘുലേഖ ഇറക്കിയിട്ടുണ്ട്. സർ, ഈ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് വിദ്യാലയ പരിസരങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ശക്തമാക്കി തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അതിനകത്ത് ഉൾപ്പെടുത്തിയത് നല്ല കാര്യം തന്നെ, ഒരു സംശയം. പക്ഷെ അത് വേണ്ട രീതിയിൽ അത് പ്രായോഗികമായി തന്നെ അത് നടപ്പിലാക്കി കൂടുതൽ ഗൗരവത്തോട് തന്നെ അത് കണ്ട് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പാഠ്യപദ്ധതിയിൽ ഈ പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ അടുത്ത് ഞാൻ പല അധ്യാപകരുടെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ
അവർ തന്നെ ഇത് അറിഞ്ഞു എന്ന് സംശയമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പല സ്കൂളിൽ ചോദ്യമാണ് ഞാൻ പറഞ്ഞ പല സ്കൂളിൽ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അധ്യാപകർ അങ്ങനൊരു ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ അതാണ് ഞാൻ ഉന്നയിക്കാനുള്ള കാരണം തന്നെ. അപ്പൊ അത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ചോദ്യം. പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള നടപടികൾ സർ, നമുക്കൊരു കൂട്ടായി ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ അനുവാദം വാങ്ങിക്കൊണ്ട് വിദ്യാലയങ്ങളിൽ ഒരു ദിവസം 8 പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. 6 മണിക്കൂറാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു മാസത്തിൽ ഒരു പീരീഡ് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. ലഹരി, മാലിന്യ നിർമ്മാർജ്ജനം, കുട്ടികൾക്കെതിരായുള്ള അതിക്രമം തുടങ്ങിയ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് സംബന്ധിച്ച് ഉള്ള കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഒരു മാസത്തിൽ ഒരു പീരീഡ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കും. ലഹരി അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാസത്തിൽ ഒരു സ്പെഷ്യൽ അസംബ്ലി കൂടുന്നതാണ്. സാർ, നിരന്തരം മൂല്യനിർണ്ണയത്തിന് അധ്യാപകർക്ക് അനുവദിച്ചിരിക്കുന്ന 20 മാർക്ക് ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്ന അവസരത്തിൽ ലഹരി നിർമ്മാർജ്ജനം പോലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകുന്നതിൽ മുൻഗണന നൽകുന്നതിനുള്ള നിർദ്ദേശവും നൽകാവുന്നതാണ്.